ഹലോ ഗൈസ്, ഈ വീഡിയോയിലൂടെ നമുക്ക് GitHub അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഫയൽസ് എങ്ങനെ അതിലോട്ട് അപ്ലോഡ് ചെയ്യാം, ഗിറ്റ് ബാഷ് എങ്ങനെ ഉപയോഗിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ github.com എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്നത് ഇതിനകത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാം. അവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുക്കണം. അപ്പം എൻ്റെ ജിമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കണം. അവിടെ ഒരു പാസ്വേഡ്, ജിമെയിലിൻ്റെ പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ യൂസർ നെയിം കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആദ്യമേ നമുക്കൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കാം. അതിൽ ഇവിടെ സൈഡിൽ യുവർ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ ന്യൂ റെപ്പോസിറ്ററിക്ക് ഒരു നെയിം കൊടുക്കുക, റീഡ്മി ഫയലും കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഇപ്പം നമ്മുടെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിറ്റ് ബാഷിൽ കൂടെ നമ്മുടെ ഫയൽ പുഷ് ചെയ്യാം. അതിൽ ആദ്യം തന്നെ വരുന്ന ഗിറ്റ് SCM, അത് ഫോർ വിൻഡോസ് 64 ബിറ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ അമേസ് എന്ന ഈ റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ പുൾ ചെയ്യാം. അതായത് നമ്മൾ ഗിറ്റ് ബാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആദ്യം അതിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പാത്തിൽ നിന്ന് നമ്മുടെ ഗിറ്റ് ബാഷ് ഓപ്പൺ ആക്കുക. ഗിറ്റ് ബാഷ് ചെയ്യുക. ഓക്കെ, ആദ്യമേ നമ്മുടെ റെപ്പോസിറ്ററി ഇതിലോട്ട് ക്ലോൺ ചെയ്യാം. അതിന് വേണ്ടി ഗിറ്റ് ക്ലോൺ നമ്മുടെ റെപ്പോസിറ്ററിയുടെ ഒരു ലിങ്ക്, അത് നമ്മുടെ റെപ്പോസിറ്ററി എടുക്കുക. ഇവിടെ കോളിൻ്റെ അടിയിൽ ആ ഒരു ലിങ്ക് ഉണ്ടാകും, അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ Ctrl+V അല്ല, Shift ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ എൻ്റർ അടിക്കുക. നമ്മുടെ ആ ഒരു റെപ്പോസിറ്ററി ഇങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ട്. എല്ലാം അടിച്ച് നോക്കാം. ആ ന്യൂ എന്ന ഫോൾഡറിനകത്ത് എന്താ ഉള്ളത് നോക്കൂ. നമ്മുടെ അമേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റെപ്പോസിറ്ററി ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. CD അമേസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫയലുകൾ ഒന്നെങ്കിൽ ഈ ഒരു ഫോൾഡറിൻ്റെ ആ ഒരു ഫോൾഡർ നമുക്ക് നോക്കാം. ഈ ഒരു ഫോൾഡർ കണ്ടോ, ആ ഒരു ന്യൂ എന്ന ഫോൾഡറിനകത്ത് അമേസ് എന്ന പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗിറ്റ് നമ്മളവിടെ ക്ലോൺ ചെയ്തെടുത്തിട്ടുണ്ട്. റീഡ്മി ഫയലും ഗിറ്റിൻ്റെ ഒരു കോൺഫിഗറും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ടച്ച് കമാൻഡ് വെച്ച് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. file1.txt, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഏതൊരു ഫയൽ, ഇപ്പം മൊഡ്യൂൾ ഫയൽ ഈ ഒരു ഫയൽ ഒരു PDF ഞാൻ കോപ്പി ചെയ്ത് അങ്ങോട്ട് ഇടുക. ഇങ്ങനെ ഇട്ടാലും മതി. നമുക്ക് എന്താണ് നമ്മുടെ ഫയൽ വേണ്ടത് അത് ഇവിടെ ഇടുക. ഓക്കെ, ഇനി ഈ ഫയൽ നമ്മുടെ റെപ്പോസിറ്ററിലോട്ട് നമുക്ക് പുഷ് ചെയ്യണം. പുഷ് ചെയ്യാനായിട്ട് ഗിറ്റ് ബാഷ് എടുക്കുക. ആദ്യം ഇത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത ഫയൽ നമുക്ക് ആ ഒരു ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതിനായി ഗിറ്റ് ആഡ് എല്ലാ ഫയലും ആഡ് ചെയ്യാൻ വേണ്ടി ഡോട്ട് ഇട്ടാം. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നോക്കാം. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് കണ്ടില്ല, അവിടെ ന്യൂ ഫയൽ module.5 PDF-ഉം file.txt ആണ് ഉള്ളത്. ഇത് അൺസ്റ്റേജ്ഡ് ആണ്, മീൻസ് ഇത് കമ്മിറ്റഡ് അല്ല, സേവ് ആക്കിയിട്ടില്ല. നമ്മൾ സേവ് ആക്കാൻ വേണ്ടി നമ്മൾ ഗിറ്റ് commit -m എന്തെങ്കിലും ഒരു മെസ്സേജ് എടുക്കുക. അപ്പം ഇത് സേവ്ഡായി. ഇനി നമുക്കിത് നമ്മുടെ റെപ്പോസിറ്ററിയോട് പുഷ് ചെയ്യണം. അതിനായിട്ടുള്ള കമാൻഡാണ് ഗിറ്റ് push -u origin, നമ്മുടെ ബ്രാഞ്ച് നെയിം. ഇപ്പം നമ്മൾ നിലവിൽ മെയിൻ ബ്രാഞ്ചിലാണ് ഉള്ളത്, അതിവിടെ ഉണ്ട്. മെയിൻ ബ്രാഞ്ചിലാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ മെയിൻ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളോട് സൈൻ ഇൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ സൈൻ ഇൻ വിത്ത് യുവർ ബ്രൗസർ കൊടുക്കണം. ഓക്കെ, ഓൾറെഡി ഞാനിവിടെ സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് ഇവർ
ഓതൻറ്റിക്കേഷൻ സക്സീഡ് എന്ന് കാണിക്കും. നിങ്ങളോട് ഇവിടെ സൈൻ ഇൻ ചോദിക്കും, നിങ്ങളുടെ പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുമ്പോൾ ഓതൻറ്റിക്കേഷൻ സക്സീഡ് എന്ന് പറയും. അപ്പം ഇത് പുഷ് ആവും. ഇനി നമുക്ക് കയറി ഒന്ന് നോക്കാം. എടുക്കാം, എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ആക്കുമ്പോൾ നമ്മൾ കാണാം ഇവിടെ മൊഡ്യൂൾ 5.pdf-ഉം ഫയൽ 1.txt-യും കയറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ഗിറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതും ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കുന്നതും ഗിറ്റ് ബാഷ് വഴി കമാൻഡ് ലൈനിൽ അടിച്ചിട്ട് നമ്മുടെ ഫയലുകൾ ഇതിലോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നു. ഇത് പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം.